ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് കാണിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഒരു കട്ടിംഗ് ബോർഡാണ്. ഒരു സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡാണ് കാണിക്കുന്നത്. ഇതിൻ്റെ വില 295 രൂപയാണ് ഞാൻ വാങ്ങുന്ന സമയത്ത് ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വില മാറ്റം ഉണ്ടായിരിക്കാം, എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് കാണുന്നത്. പിന്നെ അതിൻ്റെ സൈഡായിട്ട് ഒരു നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. ഞാനത് ഈ പ്ലാസ്റ്റിക് കവറൊക്കെ തുറന്ന് കാണിക്കാം കേട്ടോ. സ്റ്റീലാണ്, നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്, നല്ല വലിപ്പവും ഉണ്ട്. അത്യാവശ്യം നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അത്രയും വലിപ്പമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. ഞാൻ കവർ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. എന്നാൽ ഒരു സൈഡ് നമ്മൾ ഒരു സപ്പോർട്ടിങ് ഉണ്ട്, അതായത് നമ്മൾ ടേബിളിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് സൈഡ് വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതാണ് അതിൻ്റെ തിക്നെസ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ല പ്രൊഡക്റ്റാണ്. 295 രൂപയ്ക്ക് നല്ല തന്നെയാണ്. നമ്മളിപ്പോൾ വേറെ പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനെ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇതാണ് നല്ലത്. പെട്ടെന്ന് കേടുവരില്ല, നമുക്ക് കഴുകാം, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ അടുത്ത് വാങ്ങിയ പ്രൊഡക്റ്റ് ഒരു ഗ്ലാസിൻ്റെ ഒരു ഓയിൽ ഡിസ്പെൻസറാണ്. നമുക്ക് എണ്ണ ഒഴിച്ച് വയ്ക്കാൻ, വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമ്മൾ കുക്കിംഗ് ഓയിലുണ്ടല്ലോ, അത് ഒഴിച്ച് വയ്ക്കാൻ പറ്റുന്ന ഒരു ഗ്ലാസിൻ്റെ ഒരു ബോക്സാണ് ഇത്. ഇതിൻ്റെ വില 196 രൂപയാണ് കേട്ടോ ഞാൻ വാങ്ങുന്ന സമയത്ത്. നല്ല പ്രൊഡക്റ്റാണ്, പക്ഷെ വലിയ കട്ടിയൊന്നുമില്ല കേട്ടോ. ഗ്ലാസ് ആണെങ്കിലും നല്ല എന്താ പറയുക, വെയിറ്റ് ഇല്ല. അപ്പോൾ ഒന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഇത് ഓയിൽ സ്പ്രേ ചെയ്യാനും അതുപോലെ ഇത് ആ ബട്ടർ ഒന്ന് നീക്കി കഴിഞ്ഞാൽ ഇത് പൊന്തി വരും കേട്ടോ. അപ്പം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാനുള്ള എല്ലാം അതിലുണ്ട്. ഇനി ഇത് ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കാണിക്കാം. ഞാൻ അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം വെള്ളമാണ് കാണിക്കുന്നത്. ഞാൻ പുറത്ത് ഒരു ചുമരിലായിട്ട് കാണിക്കുന്നുണ്ട്, അപ്പോൾ ക്ലിയറായി അറിയാൻ വേണ്ടിയാണ്. സ്പ്രേ 2-3 പ്രാവശ്യം ഒന്ന് ആക്കണം കേട്ടോ, എന്നാലേ സ്പ്രേ ആവുള്ളൂ. കണ്ടോ, ഇതുപോലെയാണ് സ്പ്രേ ആവുന്നത്. നമുക്ക് എണ്ണയൊക്കെ നമ്മൾ എന്തെങ്കിലും ഫ്രൈ ചെയ്യാനൊക്കെ വെച്ചാൽ കുറച്ച് എണ്ണ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് പിന്നെ ഒട്ടും ലീക്കാവുന്നില്ല കേട്ടോ. ഞാനത് കാണിക്കുന്നത് ഡ്രോപ്പ് സൈഡ് ഉണ്ടെന്നേ ഉള്ളൂ, താഴെയൊന്നും ലീക്കാവുന്നില്ല. നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്, പക്ഷേ വെയിറ്റ് കമ്മിയാണ് കേട്ടോ. ഈ ഗ്ലാസിൻ്റെ നമ്മളൊരു ഹോർലിക്സ് കുപ്പിയൊക്കെ നമ്മൾ പണ്ടൊക്കെ ഹോർലിക്സൊക്കെ വാങ്ങുമ്പോൾ കുപ്പി കിട്ടില്ല, അത്ര പോലും വെയിറ്റ് ഇല്ല കേട്ടോ. അതൊക്കെ നല്ല കുപ്പികളായിരുന്നു, വെയിറ്റ് ഇല്ല. അതുകൊണ്ട് സൂക്ഷിച്ച് ഉപയോഗിക്കണം. പക്ഷേ നല്ല യൂസ്ഫുള്ളാണ്. നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ്. പിന്നെ സ്പ്രേ ചെയ്യാൻ പറ്റുന്നതാണല്ലോ, അതാണ് ഏറ്റവും വലിയൊരു ഗുണം തോന്നിയത്. നല്ല പ്രൊഡക്റ്റാണ്. ഇനി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ വേറൊരു പ്രൊഡക്റ്റ് കാണിക്കാം കേട്ടോ. ഞാൻ 3D ബെഡ്ഷീറ്റാണ് വാങ്ങിയത്. ഏകദേശം 500 രൂപ അടുത്തായി, 490 അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു എൻ്റെ വില. ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ 3D ബെഡ്ഷീറ്റാണ്. ഇതിൻ്റെ കൂടെ 2 പില്ലോ കവറും ഉണ്ട്. കിങ് സൈസാണ് ഞാൻ വാങ്ങിയത്. ഡബിൾ ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ കിങ് സൈസാണ് വാങ്ങിയത്. കുഴപ്പമില്ല, നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. ഞാൻ വാങ്ങുമ്പോൾ ഇത് എലാസ്റ്റിക് ഉള്ളതാണെന്ന് അറിഞ്ഞില്ല, വാങ്ങി കഴിഞ്ഞിട്ടാണ് കണ്ടത് കേട്ടോ. അതൊരു ഗുണമായി തോന്നി. അത്യാവശ്യം കുഴപ്പമില്ല. നമ്മൾ ഈ ഫോട്ടോയിൽ ഈ 3D പോലെ കാണുന്നുണ്ടല്ലോ, ക്യാമറയിൽ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ, അത്രയും 3D എന്ന് എനിക്ക് നേരിട്ട് തോന്നിയില്ല കേട്ടോ, ഉള്ളത് പറയാലോ. ബെഡിൽ വിരിച്ചിട്ടുണ്ട്, കാണാൻ ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉള്ളവർക്കൊക്കെ ഇഷ്ടമാവും. ഈ വീഡിയോയിൽ കാണുന്ന 3D ഉണ്ടല്ലോ, അത് നേരിട്ട് എനിക്ക് അത്ര തോന്നിയില്ല കേട്ടോ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.